കോട്ടണിലും അതുപോലെ സിൽക്കിലൊക്കെ വരുന്ന സൽവാർ സെറ്റാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ഫസ്റ്റ് പാറ്റേൺ വന്നേക്കുന്നത് നമുക്ക് കോട്ടണിൽ വരുന്നൊരു സെറ്റാണ്. വൈറ്റ് ആൻഡ് ബ്ലാക്ക് കളർ കോമ്പിനേഷനിലാണ് വരുന്നത്. ഫുള്ളായിട്ടും ഇങ്ങനെ ഈ ഒരു പ്രിൻ്റ് ആയിരിക്കും കൊടുത്തേക്കുന്നത്. രണ്ട് സൈഡിലും ഈ ഒരു പ്രിൻറ്റ് 2.5 മീറ്റർ ഫുള്ളായിട്ട് നമുക്ക് ഈ ഒരു സെയിം പ്രിൻറ്റ് തന്നെയാണ് വന്നേക്കുന്നത്. ഇതാണ് ടോപ്പിൻ്റെ പാറ്റേൺ വരുന്നത്. അതുപോലെ തന്നെ ദുപ്പട്ട വരുമ്പോഴും നമുക്ക് സ്റ്റിഫായിട്ടുള്ള കോട്ടൺ ഫാബ്രിക്കാണ്. അതിലിങ്ങനെയാണ് ദുപ്പട്ട വന്നിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വന്നിട്ട് സൈഡിലെ ബോർഡർ നല്ല ഡാർക്ക് റെഡ് കളർ വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തേക്കാണത്. ബ്ലോക്ക് പ്രിൻ്റാണ് വരുന്നത്. അതിൻ്റെ പ്രിൻറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ചെറിയൊരു വീവിങ് പാറ്റേൺസ് ലൈൻസ് പോലെ വരുന്നുണ്ട്. എൻഡിലേക്ക് വരുമ്പോഴും പ്ലെയിൻ ബോർഡറാണ് കൊടുക്കുന്നത്. നല്ല രസമാണ് ഈ ഒരു കളർ വരുമ്പോഴത്തേക്ക് റെഡ് കളർ ബ്ലാക്കിലും വൈറ്റിലും വരുമ്പോൾ. ബോട്ടം സാൻഡൂൺ സിൽക്കിൻ്റെ പ്ലെയിൻ ബ്ലാക്ക് കളറുള്ള ബോട്ടമാണ് പെയർ ചെയ്തേക്കുന്നത്. നല്ല മസ്റ്റേർഡ് യെല്ലോ ഷെയ്ഡിൽ വരുന്നൊരു സെറ്റാണിത്. ഇതിൻ്റെ ഒരു പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിൽ ഫുള്ളായിട്ട് നമുക്കൊരു പ്രിൻ്റൊക്കെ ചെയ്തേക്കണം. എന്ന് വെച്ചാൽ എംബ്രോയ്ഡറി പോലെ ഇങ്ങനെ ലൈൻസ് ആണ് വരുന്നത്. ബാക്ക് സൈഡ് പ്രിൻറ്റഡ് ആയിട്ട് തന്നെ വരും. ഇങ്ങനെയാണ് പാറ്റേൺ വന്നേക്കുന്നത്. 2.5 മീറ്റർ ആണ് ടോപ്പിൻ്റെ ആ ഒരു ലെങ്ത്ത് വരുന്നത്. അതുപോലെ തന്നെ ദുപ്പട്ട വരുമ്പം യെല്ലോയ്ക്ക് നേരെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ദുപ്പട്ടയാണ്. പിങ്ക് കളറിൽ പിങ്കും യെല്ലോയും വൈറ്റൊക്കെ മിക്സ് ചെയ്തിട്ടായിരിക്കും ദുപ്പട്ടയുടെ പാറ്റേൺ. ഷിഫോൺ ദുപ്പട്ടയാണ്. ബോട്ടം സെയിം ഈ ഒരു പിങ്ക് കളർ ടോണിൽ കോട്ടൺ ബോട്ടമാണ് പെയർ ചെയ്തേക്കുന്നത്. ഇത് നമുക്ക് നല്ല സോഫ്റ്റ് കോട്ടൺ ഫാബ്രിക്കിലാണ് വരുന്നത്. ലൈറ്റ് ബ്ലൂ ഷെയ്ഡ്, ലൈറ്റ് ആൻഡ് ഡാർക്ക് ബ്ലൂവിലും വരും. അതുപോലെ ഒരു ബ്ലാക്ക് കളറുള്ള ഒരു ഡിസൈനും കൂടെ ഇതിൽ വരുന്നുണ്ട്. സൈഡിൽ നമുക്ക് ചന്തേരിയിലൊക്കെ കാണുന്ന പോലെ നല്ലൊരു ബോർഡറാണ് സൈഡിൽ കൊടുത്തേക്കുന്നത്. ഇങ്ങനെയാണ് ടോപ്പിൻ്റെ പാറ്റേൺ വന്നേക്കുന്നത്. ഇത് നമുക്ക് 2.5 മീറ്റർ ആണ് ലെങ്ത്ത്. ദുപ്പട്ട നല്ല രസമാണ് ഇതിൻ്റെ കാണാൻ. കോട്ടാദോറിയ ദുപ്പട്ടയാണ് പെയർ ചെയ്തേക്കുന്നത്. അത് നല്ല ഒരു ഡാർക്ക് ഗ്രേ ഷെയ്ഡും ബ്ലൂ ഒക്കെ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെയാണ് ദുപ്പട്ടയുടെ പാറ്റേൺ വരുന്നത്. അതുപോലെ ബോട്ടം വരുമ്പോൾ പ്രിൻറ്റഡ് ആയിട്ടുള്ള കോട്ടൺ ബോട്ടമാണ് പെയർ ചെയ്തേക്കുന്നത്. ഇത് നമുക്ക് നല്ല കോട്ടണിലാണ് വരുന്നത്. കോട്ടണിൽ നല്ല വീവിങ് പാറ്റേൺ ആയിട്ടായിരിക്കും ഈ ഒരു ടോപ്പ് വന്നേക്കുന്നത്. ലൈറ്റ് ഒരു ബ്ലൂ ഷെയ്ഡിലാണ് നമുക്കിത് വരുന്നത്. ഇങ്ങനെ ടോപ്പിൻ്റെ പാറ്റേൺ വന്നേക്കുന്നത്. ദുപ്പട്ട വരുമ്പോൾ നമുക്ക് ഓർഗൻസയിൽ എംബ്രോയ്ഡറി ചെയ്ത് ഡബിൾ ടോണിൽ വൈറ്റ് ആൻഡ് ബ്ലൂ കളർ കോമ്പിനേഷനിലാണ് ദുപ്പട്ട വരുന്നത്. ബോട്ടം വരുമ്പോൾ കോട്ടൺ ബോട്ടമാണ് പെയർ ചെയ്തേക്കുന്നത്. നെക്സ്റ്റ് പാറ്റേൺ നമുക്ക് കോട്ടണിലാണ് ഈ ഒരു ടോപ്പ് വന്നേക്കുന്നത്. എൻ്റെ യോക്കിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ എംബ്രോയ്ഡറി ചെയ്ത് സ്വീക്വൻസ് വർക്ക് കൊടുത്തും ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി ഫുൾ പ്രിൻറ്റഡ് ആയിരിക്കും. അതുപോലെ സ്ലീവിൽ നമുക്ക് സൈഡിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വർക്ക് സ്ലീവിൽ സൈഡിൽ വരുന്നുണ്ട്. നല്ല വീതിക്കാണ് ഈ ഒരു വർക്ക് വന്നേക്കുന്നത്. ടോപ്പ് പാറ്റേൺ പ്രിൻറ്റഡ് ആയിട്ട് ഇങ്ങനെയാണ് ടോപ്പിൻ്റെ പാറ്റേൺ വരുന്നത്. ദുപ്പട്ട വരുമ്പോൾ നമുക്ക് കോട്ടണിൽ തന്നെ നല്ല രസമായിട്ടുള്ള ദുപ്പട്ടയാണ്. ഇതൊക്കെ നമുക്ക് ഇപ്പോൾ ഈ കാണിച്ച സെറ്റ്സൊക്കെ നമുക്ക് ഈ ഒരു ടൈമിൽ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല സൽവാർ സെറ്റാണ്. അതായത് സോഫ്റ്റ് കോട്ടൺ ദുപ്പട്ടയാണ് വന്നേക്കുന്നത്. അതുപോലെ തന്നെ ബോട്ടം വരുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ബോട്ടമാണ് പെയർ ചെയ്തേക്കുന്നത്. പ്രിൻറ്റഡ് കോട്ടൺ ഫാബ്രിക്കിലാണ് ഈ ഒരു ടോപ്പും വന്നേക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു പാറ്റേൺ വരുന്നത്. വൈറ്റ് ആൻഡ് ബ്ലാക്ക് ടോണിൽ വന്നിട്ട് തേപ്ചി ഫാബ്രിക്കാണ് സെൻറ്ററിൽ കൊടുത്തേക്കുന്നത്. ദുപ്പട്ട വരുമ്പോഴത്തേക്ക് സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ദുപ്പട്ടയാണ്. നമുക്ക് നല്ല ഒതുങ്ങി കിടക്കുന്ന ടൈപ്പ് ദുപ്പട്ടയാണ് വന്നേക്കുന്നത്. അതുപോലെ ബോട്ടം വരുമ്പോൾ വൈറ്റ് ആൻഡ് ബ്ലാക്കിൽ പ്രിൻറ്റഡ് ആയിട്ടുള്ള കോട്ടൺ ബോട്ടമാണ് പെയർ ചെയ്തേക്കുന്നത്.